ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും എന്നാൽ ടേസ്റ്റിയും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ട് സാലഡിലേക്ക് നമ്മൾ കസ്റ്റർഡ് പൗഡറോ ഷുഗറോ മിൽക്ക് മെയ്ഡോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വളരെ ഹെൽത്തി ആണെന്നും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഒന്ന് ഓർത്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ടേ ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു പഴം എടുത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ഒരു നല്ല പഴുത്ത വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്തിരി, ഒരു കിവി ഫ്രൂട്ടും 2 ആപ്പിളുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും നമുക്കൊന്ന് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുന്നതിന് മുമ്പേ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിയാ സീഡിനെ നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കണേ. അപ്പം നമ്മൾ ഈ ചിയാ സീഡ് ഇവിടെ സോക്ക് ചെയ്യുന്നത് പാല് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ പാല് ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ചിയാ സീഡ് ഈ പാലും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ കട്ട കൂടിയിരിക്കും കേട്ടോ. നമുക്കിതിനെ കട്ട കൂടാതെ തന്നെ എടുക്കണം. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ മാംഗോ ഇല്ലേ, അതിനകത്തുനിന്ന് ഒരു 1/2 പോർഷൻ മാംഗോ ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പാല് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ച് എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്കിതിനെ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അരച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ആ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ചെറുതായിട്ടൊന്ന് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ആപ്പിളും നമ്മുടെ മാങ്ങയുടെ പകുതി ഉണ്ടല്ലോ, ഇനി ആ മാങ്ങ പകുതി ഉണ്ടായിരുന്നതും, പിന്നെ അതുപോലെ തന്നെ ആ നമ്മുടെ ഏത്തപ്പഴവും ആ കിവി ഫ്രൂട്ടും മുന്തിരിയും നമ്മുടെ ഓറഞ്ചും എല്ലാം ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ എല്ലാത്തിനെയും കൂടെ ഒരു അത്യാവശ്യം വലിയൊരു ബോളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ച ആ മാങ്ങയുടെയും ആ കശുവണ്ടിയുടെയൊക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ച് അതിനെ ഒന്നും കൂടെ കറക്കിയിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ എല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരു 2 ഫോർക്ക് എടുത്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ ഇതായി പോകത്തില്ല കേട്ടോ, അളിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് തന്നെ ഈ ഫോർക്ക് കൊണ്ട് തന്നെ ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിനെ ഒന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിയാ സീഡ് മിൽക്കും ഉണ്ടല്ലോ, അതും ഇതിനകത്തേക്ക് ഇനി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്നും കൂടെ നമുക്ക് അതുപോലെ തന്നെ ആ 2 ഫോർക്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഫ്രൂട്ട് സാലഡിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് ഞാനതിനെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറിന് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഹണി ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ മധുരം വേണമെന്നുള്ളവർക്ക് ഹണിയോ അല്ലെങ്കിൽ ഷുഗറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹണിയും കൂടി ഇട്ടിട്ട് ഇനി ഇതിനെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് അതുപോലെ തന്നെ ആ 2 ഫോർക്ക്
കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റും. സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്കും വീട്ടിലുള്ള വലിയവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഫ്രൂട്ട് സാലഡ്. അത് വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് നമ്മൾ ഷുഗറോ കസ്റ്റർഡോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തിരിക്കുന്ന ഈ ഫ്രൂട്ട് സാലഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഒന്ന് ഓർക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.